ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഒരു പെഡിക്യൂറാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന പെഡിക്യൂറിൽ ഈ കിറ്റ് വെച്ചിട്ടാണ് കേട്ടോ ചെയ്യണത്. ഇതിൽ ഹൈഡ്രജൻ പെറോക്സൈഡ്, അതുപോലെ ഡെറ്റോള്, സാൾട്ട് ഇതെല്ലാം മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ യൂസ് ചെയ്യുന്നത് പെഡിക്യൂറിൻ്റെ ഷാമ്പു ആണ്. അത് നമുക്ക് ഷോപ്പുകളിൽ നിന്നും അതുപോലെ ഓൺലൈനിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് നമ്മൾ പാർലറിലാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പെഡിക്യൂർ ടബിലാണ് ഇതെല്ലാം മിക്സ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ വീട്ടിലാണ് ചെയ്ത് നോക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാല് ഇറക്കി വെക്കാവുന്ന തരത്തിൽ എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിൽ നമ്മൾ ചെറു ചൂടുവെള്ളത്തിലാണ് ഇതെല്ലാം മിക്സ് ചെയ്യണത്. അപ്പോൾ ഒരു 10 മിനിറ്റ് നേരം നമ്മൾ കാല് ചെറു ചൂടുവെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ പെഡിക്യൂർ ഷാമ്പു ഉപയോഗിച്ചിട്ട്, അതായത് ആ ബ്രഷിൽ അപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ നെയിലും അതുപോലെ കാലിൻ്റെ അടിഭാഗവും സൈഡ് ഭാഗമൊക്കെ ക്ലീൻ ചെയ്തത്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ കാണിക്കുന്ന പെഡിക്യൂർ നമ്മൾ സ്റ്റെപ്പുകൾ അറിയാൻ വേണ്ടിയിട്ടാണ്, ഏത് കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് അങ്ങനെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കോഴ്സ് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ചെയ്യണത്. പിന്നെ നമ്മളിതിൽ സ്റ്റെപ്പുകളെന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൽ എഴുതിയിട്ടുണ്ട് ഓരോ നമ്പർ 1 2 3 അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ പെഡിക്യൂറിൻ്റെ സ്ക്രബ്ബ് യൂസ് ചെയ്യുന്നുണ്ട്. ആ സ്ക്രബ്ബ് ഒരു ജെല്ലാണ് കേട്ടോ അതിൻ്റെ കൺസിസ്റ്റൻസി വരുന്നത്. അപ്പോൾ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ മുട്ടിന് താഴെ തൊട്ട് കാലിൻ്റെ അടിഭാഗം വരെയാണ് കേട്ടോ സ്ക്രബ്ബ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിടുന്ന വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ തനൂസ് 2040 എന്നാണ് നമ്മുടെ ബ്ലോഗിൻ്റെ പേര്. അപ്പോൾ അത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ കട്ടിയുള്ള ഭാഗം അതുപോലെ വിണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഫുഡ് സ്ക്രാപ്പർ വെച്ചിട്ട് മിനുസപ്പെടുത്താൻ പറ്റും കേട്ടോ. വേറെ ഏതെങ്കിലും ടൂൾസ് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയാലും ചെയ്യാം കേട്ടോ ഈ സ്റ്റെപ്പിൽ. അതുപോലെ തന്നെ കിറ്റിൽ ഉണ്ടായിരുന്നില്ല ക്യൂട്ടിക്കൽ ക്രീം. ഇത് നമ്മൾ സെപ്പറേറ്റ് ഇത് നമ്മൾ വാങ്ങിയിട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അത് നെയിലിന് നല്ല ഗ്ലേസിങ് കൊടുക്കും. അപ്പോൾ ഈ ക്യൂട്ടിക്കൽ ക്രീം നെയിലിൽ അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് നെയിൽ പൊളിഷൊന്നും ഉണ്ടാവരുത് കേട്ടോ. നെയിലിൽ ചെറിയ രീതിയിൽ നെയിലൊന്ന് മസാജ് ചെയ്തിട്ട് ഇങ്ങനെ പുഷർ വെച്ചിട്ട് തള്ളി കൊടുക്കുക. അങ്ങനെ തള്ളി കൊടുക്കുമ്പോൾ നെയിലിൻ്റെ അറ്റത്ത് സ്കിൻ ഇങ്ങനെ ഒരു ചെറിയൊരു പാട പോലെ കാണാം. അത് ക്യൂട്ടിക്കൽ കട്ടർ വെച്ച് കട്ട് ചെയ്ത് കളയണം കേട്ടോ. പിന്നെ ഇതുപോലെ മസാജ് ക്രീം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ പ്രൊഡക്റ്റുകൾക്കൊക്കെ നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസാജിങ് ടൈം എന്ന് പറയുന്നത് ഒരു 15 മിനിറ്റെങ്കിലും എടുത്തിട്ട് നമ്മൾ 2 കാലിലും ചെയ്യണം കേട്ടോ. അപ്പോഴാണ് നല്ല റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ മസാജിങ് എല്ലാം കഴിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് വേണം കേട്ടോ നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാനായിട്ട്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് പാക്കാണ്. പാക്ക് അങ്ങനെ ഒരുപാട് മിക്സ് ചെയ്യൊന്നും വേണ്ട കേട്ടോ. ഇതിൽ ബ്രഷിൽ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് അങ്ങനെ തന്നെ നമുക്ക് നേരിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിൻ്റെ പാക്ക് എന്ന് പറയുന്നത് കുറച്ച് ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും. പാക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കത് ക്ലീൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു സിറം നമ്മൾ കാലിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ സിറം ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെയിലൊരു നെയിൽ പോളിഷും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെഡിക്യൂർ കംപ്ലീറ്റ് ആയി കേട്ടോ.